മലപ്പുറം ജില്ലയിലേക്ക് പോയാൽ മന്ത്രി വി അബ്ദുറഹ്മാന്റെ മണ്ഡലം താനൂർ. വി അബ്ദുറഹ്മാന് താനൂരിലെ ജനങ്ങൾ എത്ര മാർക്ക് കൊടുക്കുന്നു? മോശമല്ലാത്ത മാർക്കാണ്. 68. അബ്ദുറഹ്മാനോടെ കിട്ടുന്നു. മന്ത്രിയാണ്, മന്ത്രിമണ്ഡലമാണ്. പക്ഷെ അതൊരു UDF മണ്ഡലമാണ്. രാഷ്ട്രീയ ചോദ്യങ്ങൾക്കൊക്കെ UDF വലിയ മുൻതൂക്കം കിട്ടിയ മണ്ഡലമാണ്. ഭരണമാറ്റം എല്ലാ ചോദ്യങ്ങൾക്കും ഈ മാർക്ക് കൊണ്ട് അദ്ദേഹത്തിന് മണ്ഡലം നിലനിർത്താൻ പറ്റുന്നത് നമുക്ക് പരിശോധിക്കാം. കഴിഞ്ഞ തവണ PK ഫിറോസും അബ്ദുറഹ്മാനും തമ്മിൽ വാശിയേറിയ പോരാട്ടം നടന്നു. 1000 താഴെ വോട്ടുകൾക്ക് ജയിച്ചു. വാശിയേറിയ മത്സരം നടന്ന മണ്ഡലമാണ്. ഇഞ്ചോടിഞ്ച് മത്സരം. റാങ്ക് 64 നിലവിലുള്ള 140 MLA-മാരിൽ 64ാമത്തെ റാങ്കാണ് വി അബ്ദുറഹ്മാനുള്ളത്. താനൂരിലെ മത്സര ചിത്രം എന്താണ്? ആരാണ് താനൂരിൽ മുന്നിൽ? തന്നെ നേരിയ വ്യത്യാസത്തിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയുള്ള മത്സരം അവിടെ നടക്കും എന്നുള്ളതാണ് ഇപ്പോ ഈ സർവേയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. കഴിഞ്ഞ തവണ അബ്ദുറഹ്മാൻ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി, മന്ത്രിയല്ല, അങ്ങനത്തെ ആനുകൂല്യങ്ങളൊന്നുമില്ല. പക്ഷെ അതിന് മുൻപ് നടത്തിയ പ്രവർത്തനത്തിന്റെ പേരിലാണ് അദ്ദേഹം ജയിക്കാൻ കഴിഞ്ഞത്. ഇത്തവണ അദ്ദേഹത്തിന് വലിയൊരു UDF വേവ് ആ മണ്ഡലത്തിൽ ഉണ്ടായിട്ടും ജയിച്ചു വരാൻ അല്ലെങ്കിൽ ഈ എഡ്ജ് കിട്ടുന്നത് അദ്ദേഹം കഴിഞ്ഞ 5 വർഷക്കാലം മന്ത്രിയോട് നടത്തി തന്നെയാണ്. അവിടെ ഈ പറഞ്ഞിട്ട് പ്രവചനാതീതമായ ഒരു മണ്ഡലമാണ്. സംശയം, നമ്മൾ ആ താനൂർ മണ്ഡലം ഒന്ന് പരിശോധിച്ചാൽ പൊളിറ്റിക്കലി UDF-ന് ഇപ്പോഴത്തെ നിലയിൽ അത്രയും അഡ്വാൻറ്റേജ് ഉള്ള മണ്ഡലത്തിൽ ഇനി അബ്ദുറഹ്മാൻ ജയിച്ചു വരുമോ? എനിക്ക് സംശയമുണ്ട്. അതിപ്പോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം തവനൂര് അല്ലെങ്കിൽ മറ്റ് തിരൂരങ്ങാടി UDF-ന് വലിയ മുൻതൂക്കമുള്ളല്ലോ. പക്ഷെ അവിടെ 6.8 ഉള്ളൂ KB മജീദിനെ സംബന്ധിച്ച്. ഇപ്പം തിരൂരൊക്കെ UDF-ന് വലിയ മുൻതൂക്കമുള്ള മണ്ഡലങ്ങളാണ്. ലോക്സഭ മണ്ഡലം നോക്കുമ്പോഴും അസംബ്ലി അല്ലെങ്കിൽ ലോക്കൽ ബോർഡ് നോക്കുമ്പോഴും. പക്ഷെ ഗഫൂർ റിലീസ് മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ 6000-7000 വോട്ടുകൾക്ക് ജയിച്ച സാഹചര്യമുണ്ട്. വലിയൊരു തരംഗം. ഇന്നത്തെ ഘടകം മനസ്സിലാക്കേണ്ടത് 65,000-70,000 വോട്ട് ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്ക് മലപ്പുറം മണ്ഡലത്തിലെ എല്ലാ മണ്ഡലത്തിലും ഉണ്ട്. അത് ആലപ്പുഴ ജില്ലയിൽ കിട്ടാറില്ല. ഇപ്പം സജി ചെറിയാനെ അല്ലെങ്കിൽ ചെങ്ങന്നൂർ ജയിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് മുൻകാലങ്ങളിൽ സജി ചെറിയാനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രതിഭാഹരിയോ അമ്പലപ്പുഴ അതൊരു 60-58 ആ റേഞ്ചാണ്. കാരണം അവിടെ ഒരു മൂന്നാമത് ഫോഴ്സ് ഉണ്ട്, ഇവിടെ ഇല്ല. അപ്പം ഈ പറയുന്നത് പോലെ അത്രയും വോട്ടുകൾ ശേഖരിക്കാൻ ഈ മുസ്ലിം ലീഗിനോട് താല്പര്യമില്ലാത്തവർക്ക് വോട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ എന്ന രീതിയിൽ അത് വലിയ രീതിയിൽ സക്സസ്ഫുൾ ആയി വി അബ്ദുറഹ്മാന്റെ കാര്യത്തിൽ. വി അബ്ദുറഹ്മാൻ ആദ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ പൊന്നാനിയിൽ വളരെ ചെറിയ വോട്ടിനാണ് ET മുഹമ്മദ് ബഷീർ അന്ന് കഷ്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു. അതിനുശേഷമാണ് ആദ്യം 2016 താനൂരിൽ മത്സരിക്കുന്നു, ആദ്യം ജയിക്കുന്നു. അതിനുശേഷം കഴിഞ്ഞ പ്രാവശ്യം വലിയ കടുത്ത മത്സരം നടക്കുന്നു. PK ഫിറോസായിട്ട് മത്സരം നടക്കുന്നു, അദ്ദേഹം ജയിക്കുന്നു, മന്ത്രിയാവും. എന്തായാലും ഇപ്പോ ടൈറ്റ് ഫൈറ്റ് ആണ്. വേണമെങ്കിൽ അബ്ദുറഹ്മാൻ ഒന്നുകൂടി ജയിച്ചു വരാം. വീണ്ടും ജയിച്ചു വരുമ്പോൾ അദ്ദേഹം ലയണൽ മെസ്സിയെ കേരളത്തിൽ കൊണ്ടുവരുമോ അറിയില്ല. എന്തായാലും അബ്ദുറഹ്മാനെ സംബന്ധിച്ച് നമുക്ക് ജലീലിന്റെ കാര്യം പറഞ്ഞതുപോലെ കൈവിട്ടു പോകുന്ന ഒരു ഫീലിംഗ് ഇല്ല. ടൈറ്റ് ഫൈറ്റ് ആണ് താനൂർ മണ്ഡലത്തിൽ.